ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഒരു അൺബോക്സിങ് വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ളൊരു സാധനം വാങ്ങിച്ചതിൻ്റെ അൺബോക്സിങ് വീഡിയോ. മീഷോയിൽ നിന്നാണ് ജേണൽ കിറ്റാണ് വാങ്ങിച്ചത്. അത് ഞാനാണെങ്കിൽ എൻ്റെ മീഷോയുടെ കവറില്ലേ അതൊക്കെ ഒരു കളഞ്ഞു കേട്ടോ. ഇപ്പോൾ നമുക്ക് ഇത് പൊട്ടിച്ച് നോക്കാം എന്താണോ കിട്ടുക. കൊള്ളാം. ഇതുപോലത്തെ ഒരു സാധനമാണ് കിട്ടിയത്, ഞാൻ കാണിച്ചു തരാവേ. ഇതുപോലത്തേക്കാണ് വന്നേക്കുന്നത്. മൂൺലൈറ്റ്, ഡാൻസ് ഇൻ ദ മൂൺലൈറ്റ്, ദ മിക്കി വേ, ഇതും ഈ വാഷിംഗ് ടേപ്പും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കത് എടുക്കാവേ. അത് വെച്ചിട്ട് ഇങ്ങനെയാണ് എടുക്കണേ. അടുത്ത് വെക്കുമ്പോൾ ഇത് റൂമൊക്കെ വന്നില്ല, അതിനെ കാണാവോ നിങ്ങൾക്ക്? ഫസ്റ്റ് എന്നുള്ളതാണ്ട് ഈ മിയോപാഡാണ്. ഇത് എടുത്തു നോക്കാവേ. ഒയ്യോ ഗായ്സ്, ഞാൻ എടുത്തു. ഇനി എങ്ങനെ ഇത് കിട്ടിയേക്കും? ഞാൻ ഭയങ്കര മണ്ടിയാണ് ഗായ്സ്, അത് നിങ്ങൾക്കറിയായിരിക്കും. സാരമല്ല, കിട്ടി. മിയോ കുറേ പാടുണ്ട്. ഇതൊക്കെ നമുക്ക് വല്ല എഴുതാനായിരിക്കും. പിന്നെ നമ്മൾ ഓരോ ദിവസവും ചെയ്യണതിൻ്റെ ഡേറ്റ്, ഇതെന്താ നമ്മൾ ചെയ്യണതിൻ്റെ വല്ല സാധനങ്ങൾ എത്ര ഉപയോഗിച്ചിട്ടുണ്ടെന്നായിരിക്കും. അടുത്ത് ഞാൻ എടുക്കാൻ പോകുന്നത് വാഷിംഗ് ടേപ്പാണ് കേട്ടോ. ഇത് മറ്റേ നമ്മൾ മേക്ക് ചെയ്യുമ്പോൾ എഴുതാനുള്ള വാഷിംഗ് ടേപ്പ്. ഇത് ചുമ്മാ വേറെ എന്തൊക്കെയോ ഉള്ളതാണ് വാഷിംഗ് ടേപ്പ്. അപ്പോൾ അതും ഞാനിവിടെ വെച്ചു. നമുക്ക് മൂൺലൈറ്റിൻ്റെ ബുക്കിന് ലാസ്റ്റ് നോക്കാവേ. ഇതെന്താ ഞാൻ ഓരോ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇതിൻ്റെയൊക്കെ പശ ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എപ്പോഴും വെക്കുന്നുണ്ട്. ദൈവമേ പെട്ടോ, ഇത് മനസ്സിലായില്ല, പോട്ടെ. ഗൈസ്, ഇത് മറ്റേ ഒട്ടിക്കുന്ന സാധനമാണ് തോന്നുന്നു കേട്ടോ. ഇതൊക്കെ എന്താ, കീപ് ദ സ്മൈലൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ ഒരു പപ്പി. ഇതൊക്കെ മറ്റേ ഒട്ടിക്കുന്ന സാധനമാണ് തോന്നുന്നു. ഓരോ സാധനങ്ങളിൻ്റെ ഒരു ഇല്ലേ പിന്നെ ഒട്ടിക്കണ ബട്ടർഫ്ലൈ ഒക്കെ കിട്ടിയിട്ടുണ്ട്. കൊള്ളായിരിക്കും. ഒരു ചിന്തയില്ലാതെ ഓർഡർ ചെയ്ത സാധനമാണ്. ഇതൊക്കെ എന്തോ കീപ് സ്മൈലിങ്, സ്ട്രോബെറി. ഇത് ഹാവ് എ ഗുഡ് ടൈം. ഇതൊക്കെ കണ്ടില്ല. ഇത് ഇവർ ഓർഡർ ഇല്ലാതെയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഓർഡറിലൊക്കെ വെക്കാവേ. ഫ്രണ്ടിൽ വരുന്ന സാധനങ്ങളൊക്കെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കട്ടെ. അതൊന്നും നമുക്ക് മാറ്റാം. ഈ സാധനം ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് തിരിച്ചു വെക്കേണ്ടത്. ഈ വലിയ സാധനം എന്നാണ് ഞാനിവിടെ വെക്കേണ്ടത്. പിന്നെ ഉള്ളതാണ്ട് ഇതുപോലത്തെ. പിന്നെ ഉള്ളതാണ്ട് ഇതുപോലത്തേക്ക്. അങ്ങനെ അത് ഞാൻ ഇതിൽ കവറിലാക്കി വെച്ചിട്ടുണ്ട്. അടുത്തതാണ്ട് ഈ ഒരു കുഞ്ഞി സാധനമാണ് കേട്ടോ. അപ്പോൾ നമുക്കെടുത്ത് നോക്കാം. ചാനൽ കിറ്റ്, അത് നമ്മൾ ഉദ്ദേശിച്ച സാധനമൊന്നുമല്ല. ഇത് അടിയിൽ കുറേ സാധനങ്ങളൊക്കെ ഇരിക്കണം ഗൈസ്.
ഇതിനൊരു 21-30 ഓരോ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുമ്പോൾ വെക്കാനുള്ളതാട്ടോ. മനസ്സിലായി. അതും ഞാൻ സേഫായിട്ട് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് തന്നെ താഴ്ത്തുന്നാട്ടോ നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇതും എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതൊക്കെ നമ്മൾ പശ വെച്ച് ഒട്ടിക്കേണ്ടതായിരിക്കും കേട്ടോ. ഇതുപോലത്തെ ഒക്കെ ഓരോ ഇതല്ല കഴിച്ച് ഓർത്തത്. നോക്കിയേ, എനിക്ക് മൃഗങ്ങളെ കാണുമ്പോൾ വേറെ എന്തോ ഒരു ചിന്തയാണ്. കൂട്ടോ, ഇത് കാണുന്നത് രസം, അത് കാണുന്നത് രസം എന്നൊക്കെ ചോദിച്ചു. പർപ്പിൾ, ഞാൻ പർപ്പിൾ കളറാണ് കേട്ടോ ഇതിനെ കാണിച്ച്. എൻ്റെ വേറെയും കുറേ കളറുണ്ട്. എന്നിട്ട് ഇത് ഞാനവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് താണ്ട് ഈ ഒരു സാധനം കിട്ടി കേട്ടോ. ഇത് തുറന്നൊക്കെ തന്നെയാണ് വെച്ചേക്കുന്നത്. നമ്മൾ കാണാതെ പോലത്തെ സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ കാണുമ്പോൾ കവറിലൊക്കെ ഇട്ട് വെക്കാനായിരിക്കും കേട്ടോ. ഓക്കെ. ഇതാണ്ട് ഇത് വായി നല്ല മിയോൻ്റെ അതെടുത്തൊക്കെ കിട്ടിയതാണ്. അതിട്ട് വെക്കാം. ഇതും കൊള്ളാം കേട്ടോ. ഇത് ഞാൻ ചുമ്മാ ഒരെണ്ണത്തിലൊക്കെ ഒപ്പിച്ച് വെക്കും കേട്ടോ. ഇതുപോലത്തെ കുറേ പിന്നെ അതുപോലെ തന്നെ കുറേ ഉണ്ട് കേട്ടോ. അതെ ഇതുപോലത്തെ അതെ പിന്നെയും കിട്ടി. അതെ ഇതൊന്ന് ലെറ്റർ ഫോർ യു എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നത്. ലെറ്റർ ഫോർ യു കാർ പോസ്റ്റൽ. നൈസ് ലൈഫ്. ഞാനാണെങ്കിൽ ആർക്കെങ്കിലും ലെറ്റർ കൊടുക്കാൻ വെക്കും. നൈസ് ലവ്ലി എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട്. നല്ല സ്കൈ. അതെന്താണ്? ഇത് ഞാൻ തന്നെ ഇവിടെ വെച്ചു കേട്ടോ. അടുത്തതായി ഞാൻ എടുക്കാൻ പോകുന്നത് ചൈനയൊക്കെ തന്നേക്കണത്. ചൈന ഇത് കൊള്ളാം കേട്ടോ. ഇത് ഇംഗ്ലീഷൊക്കെ ഉണ്ട്. ഇംഗ്ലീഷ് ഇതും കൊള്ളാം കേട്ടോ. എനിക്കെന്താ അത് കൊള്ളാം. കൊള്ളാം. സ്റ്റിക്കേഴ്സ്. ഇത് നമ്മൾ സ്റ്റിക്കേഴ്സ് കൊണ്ട് ചെയ്യേണ്ട ഓരോ കാര്യങ്ങളാണ് കേട്ടോ. ഇത് സ്റ്റിക്കേഴ്സൊക്കെയാണ്. ലാസ്റ്റ് ഐറ്റം ഇതിലാണ് നമ്മൾ ശരിക്കും ചെയ്യേണ്ടത്. കുറേ ഉണ്ട്. ഇതൊക്കെ എന്താണ് കൈസി തന്നിട്ടേക്കണേ? കളർ പേപ്പറാ. ഇതെന്ത് കഴിയുള്ള ഗൈസ്. ഗൈസ് ഫസ്റ്റത്തെ 2 എണ്ണം ചുമ്മാ ഒരു പേപ്പർ പോലത്തെ. ഇത് മറ്റേ കാർഡ്ബോർഡ് പോലത്തെ എന്താണെന്ന് തോന്നുന്നു കേട്ടോ. ഞാനാണെങ്കിൽ ഈ ജേണലിനെ കുറിച്ച് സെർച്ച് ചെയ്തിട്ട് നമ്മളത് വാങ്ങിക്കാൻ മുമ്പ് അതിൻ്റെ അടിയിലെല്ലാം യൂസ് ചെയ്തിട്ടൊക്കെ ഉള്ളത് കാണിക്കൂല. ഇതിൽ നിന്നൊക്കെ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ ലാസ്റ്റായി നോക്കാൻ പോകുന്നത് ബുക്കാണ് കേട്ടോ ഗൈസ്. ഇതിൽ കുറച്ച് ഇതൊക്കെ തന്നിട്ടുണ്ട്. ഇതിങ്ങനെ വെച്ചേക്കണതാണ്. ഇത് ഊരിയിട്ട് ഇതൊക്കെയുണ്ട്. ഇതിലാണ് നമ്മൾ ജേണൽ ചെയ്യാൻ പോകുന്നത്. ഒരു കുഞ്ഞു ബുക്കാണ്, കുഴപ്പമില്ല.
അതിങ്ങനെയാണ് കേട്ടോ തന്നേക്കണം. അതുകൊണ്ട് ഇതുപോലത്തെയാണ് കേട്ടോ. എനിക്ക് നോക്കുമ്പോൾ തോന്നും, പക്ഷേ നോക്കുമ്പോൾ കാണും കുറച്ച് വലുത് തോന്നുന്നു, പക്ഷെ അല്ലാതെ കാണിച്ചു തരാം. കണ്ടോ ഗൈസ്, ഇത്ര ഉള്ളൂ. കണ്ടോ? അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഇനി തന്നെ വെച്ചേക്കാം. ഓക്കെ ഗൈസ്, എനിക്ക് എന്തായാലും കിറ്റ് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ്, കൊള്ളാം. നമുക്കിതിവിടെ വെക്കാം കേട്ടോ. ഓരോന്നായിട്ട് കൃത്യം അതേപോലെ അല്ല. ഇത് ഞാൻ ഊരിപ്പോയില്ലേ, ഇതാണ് എന്താണ്ട് ഇതിൻ്റെ ഉള്ളിൽ വെക്കാമെന്ന് പറഞ്ഞത്. ഇപ്പോൾ വേറെ വെല്ലോ ഇതിൻ്റെ ഉള്ളിൽ വെക്കാനാണെങ്കിൽ അപ്പം ഞാൻ ഇതെടുത്ത് മാറ്റും, അല്ലെങ്കിൽ മാറ്റൂല. പെട്ടു ഗൈസ്, പെട്ടു. കയറ്റാൻ പറ്റില്ല. ഇതുപോലെയാണ് ഇവരൊക്കെ തരണ്ടേ. കയറൂലോ. ഷോ കയറ്റാൻ കുറച്ച് പാടാണ്. ഇതിൻ്റെ ഉള്ളിട്ട് കയറ്റാൻ കുറച്ച് പാടാണ്. ഇത് മറ്റൊരു രീതിക്ക് കിട്ടുമായിരുന്നു. ഞാൻ കയറ്റിയിട്ട് ഇടാവേ. അപ്പം ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഈ മ്യാവും ഇതും ഈ ചെക്ക് ലിസ്റ്റും മാത്രം ഞാൻ ഇപ്പോൾ എടുക്കാമെന്ന്, ഇതിൻ്റെ ഉള്ളിട്ട് വെക്കാമെന്ന്. കാരണം മറ്റേത് കയറൂല കേട്ടോ. ഇതും കയറൂല. ഞാൻ എന്ത് പറയാനാണ്. ഇതും കയറണം ഗൈസ്. ഇത് കയറ്റാനുള്ളതല്ലായിരിക്കും. അപ്പോൾ അതായത് ഇത് വെച്ച പോലെ ഞാൻ വെച്ചേക്കാം. എന്തുണ്ട് ഇത്? എങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് അതുകൂടെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കാവേ. അടുത്തത് ഉണ്ടാകുന്ന വാഷിംഗ് ടേപ്സാണ്. മറന്നു. ഈ സാധനങ്ങളൊക്കെ വെക്കാൻ മറന്നു. आजा रे आजा राजा ഓക്കെ. ഇനി ഇത് വെക്കാവേ. മൊത്തം പോയേക്കുവാണ് തോന്നുന്നു. ഇത് വെച്ചോ. വാഷിംഗ് ടേപ്പ് ഇത് രണ്ടും ഞാൻ തൽക്കാലം അതുകൊണ്ട് ഇവിടെയാണ് കേട്ടോ വെക്കണേ. വെച്ച സ്ഥലത്തല്ല കേട്ടോ വെക്കണേ. അടുത്തത് കൊണ്ട് ഈ ബുക്കും കൂടെ വെച്ച് വാഷിംഗ് ടേപ്പ് വെക്കാൻ ഞാൻ മറന്നു. വാഷിംഗ് ടേപ്പ് വെച്ചു. ഇനി ഈ സാധനം പിന്നെ അതുപോലെ തന്നെ വെക്കാം. എന്നിട്ട് ഇത് താഴത്ത് കൊണ്ടുപോയി ജേർണൽ ചെയ്യാം. അപ്പം ഇത്ര ഉള്ളൂ ഇന്നത്തെ അൺബോക്സിങ് വീഡിയോ. ബൈ ബൈ.